ഹായ്, ഇനി നമുക്ക് ബിസി ലീഡിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യം ബിസി ലീഡിൻ്റെ സൈറ്റിലോട്ട് വരണം. busyllead.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് വരുന്നത്. ഓക്കെ, അതിനുശേഷം സൈനപ്പ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സൈനപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നതാണ്. പ്ലാറ്റ്ഫോമിൽ ആദ്യം കാണുന്നത് ഡാഷ്ബോർഡാണ്. നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ നിന്ന് എത്ര ടോട്ടൽ മെസ്സേജുകൾ സെൻഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ത്രൂ, അതുപോലെ എത്ര മെസ്സേജ് വാട്സപ്പിലോട്ട് വന്നിട്ടുണ്ട്, അതുപോലെ എത്ര ലീഡുകൾ വന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് എത്ര സ്റ്റാഫുകളാണ് നിങ്ങൾ അഡ്മിൻ അണ്ടറിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കാണാൻ പറ്റും. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ സോഴ്സ് ത്രൂ വന്ന ലീഡുകളെയും നമുക്ക് കൗണ്ട് അധികം കാണുന്നതാണ്. ലിങ്ക്ഡിനിൽ നിന്ന് എത്ര ലീഡ് വന്നിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്ത് എത്ര ലീഡുകൾ വന്നിട്ടുണ്ട്, ഫേസ്ബുക്ക് ത്രൂ എത്ര ലീഡ് വന്നിട്ടുണ്ട്, വാട്സപ്പ് ത്രൂ എത്ര ലീഡ് വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, ടോട്ടൽ ലീഡും. അതിനുശേഷം നമുക്ക് അസൈൻ ചെയ്യാത്ത ലീഡുകൾ നമുക്ക് പെൻഡിങ് എന്നുള്ള രീതിയിൽ ഇവിടുന്ന് കാണാൻ പറ്റും. ഓരോ സ്റ്റാഫിനും അസൈൻ ചെയ്ത് കൊടുക്കാത്ത ലീഡുകൾ നമുക്ക് പെൻഡിങ്ങിൽ കാണാൻ പറ്റും. അതുപോലെ അസൈൻ ചെയ്ത് എത്ര ലീഡുകളുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഇനി ഒരു സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് കസ്റ്റമർ ഡാറ്റാസ് ഇവിടെ കാണാൻ പറ്റും. ഇനി അസൈൻ ചെയ്യാത്ത ലീഡുകളാണ് കാണേണ്ടതെങ്കിൽ അൺഅസൈൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻ ചെയ്യാത്ത ലീഡുകളും താഴെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് എത്ര ലീഡ് വന്നിട്ടുണ്ട് ഒരു മാസവും, അതുപോലെ ഏതെല്ലാം സോഴ്സ് ത്രൂ ആണ് ലീഡ് വന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം താഴെ നിന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമറെ അതായത് പിന്നെ തീമും കാര്യങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് തീമും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി നൈറ്റ് വിഷൻ മാറ്റിയിട്ട് നമുക്ക് ഡേ വിഷൻ ആക്കാം. അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മുകളിലാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ റിമൈൻഡർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ കസ്റ്റമേഴ്സിൻ്റെ റിമൈൻഡർ അത് നമുക്ക് മുകളിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തേത് വരുന്നത് കോൺടാക്ട്സുകളാണ്. അതായത് ലീഡുകളെല്ലാം ജനറേറ്റ് ചെയ്യുന്ന ലീഡുകൾ ഇവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓരോ ലീഡ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലീഡ് ഫോമിലോട്ട്, അതായത് കോൺടാക്ട് ഫോമിലോട്ട് ജനറേറ്റ് ആവും. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ എപ്പോഴാണ് ലീഡ് ഫോം സബ്മിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എപ്പോഴാണ് മെസ്സേജ് വന്നത്, അതുപോലെ നമുക്ക് കസ്റ്റമറുടെ പേര് അവർ എന്താണ് വാട്സപ്പിൽ കൊടുത്ത പേരായിരിക്കും ഇവിടെ കാണുന്നത്. അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ അവർ ഏത് ത്രൂ ആണ്, വാട്സപ്പ് ത്രൂ ആണ് വന്നതെങ്കിൽ വാട്സപ്പ് ത്രൂ ആയിരിക്കും ലീഡ് കാണുന്നത്. ഇനി അസൈൻ ചെയ്ത സ്റ്റാഫാണെങ്കിൽ അസൈൻ ചെയ്ത സ്റ്റാഫിനോട് കാണിക്കും. അസൈൻ ചെയ്യാത്ത ലീഡാണെങ്കിൽ നമുക്കിവിടെ നോട്ട് അസൈൻഡ് കാണിക്കും. ഓക്കെ, പിന്നെ നമുക്ക് എത്ര ഡാറ്റാസ് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് കസ്റ്റമറെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോളംസ് ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റസ്, പ്രോഡക്റ്റ് ടൈപ്പ്, ഏത് പ്രോഡക്റ്റാണ് അവർ എൻക്വയറി ചെയ്തിട്ടുള്ളത്, അതുപോലെ കസ്റ്റമർ പ്രൈസ്, അവർ ഡെമോ, ഷെഡ്യൂൾ ഡേറ്റ്, അതുപോലെ കസ്റ്റമർ റേറ്റിംഗ്, ബിസിനസ് ടൈപ്പ്, ഇങ്ങനത്തെ എത്ര കോളംസ് വേണമെങ്കിൽ നമുക്ക് മാനേജ് ഓപ്ഷൻസിൽ വെച്ചിട്ട് കോളംസിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോളംസ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് മൾട്ടിപ്പിൾ ആയ ഓപ്ഷൻസിൽ വേണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കസ്റ്റമർ നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് അത് ഇവിടെ വെച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എത്ര സ്റ്റാറ്റസ് വേണമെങ്കിലും, അല്ലെങ്കിൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടൈപ്പോ നമുക്ക് ഓപ്ഷണബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര ഫീച്ചേഴ്സാണ്. നിങ്ങൾക്ക് എത്ര ഡാറ്റാസ് വേണമെങ്കിലും കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഓരോ ലീഡും സ്റ്റാഫിന് അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ലീഡുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ താഴെ ഓപ്ഷൻസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ആ ലീഡുകൾ. അതുപോലെ മറ്റൊരു ബെനിഫിറ്റാണ് ഇനി നമുക്ക് കസ്റ്റമർ ഡാറ്റ, അതായത് കസ്റ്റമർ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. അതായത് ബിസിനസ് നെയിമിൻ്റെ പോലെ, അല്ലെങ്കിൽ കസ്റ്റമർ നെയിമിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ അസൈൻ ചെയ്ത ആർക്കാണ് അസൈൻ ചെയ്യേണ്ട ആ ലീഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഏത് ത്രൂ ആണ് ലീഡ് വന്നത് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കസ്റ്റമർ ടാഗ് എന്നുണ്ട്, അതായത് നമുക്ക് ടാഗ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ചാറ്റ് ചെയ്ത ഏതിലാണ് ഈ കസ്റ്റമർ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടാഗ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കോൾ ബാക്ക്, അല്ലെങ്കിൽ കോൾ നോട്ട് അറ്റൻഡഡ്, ക്ലോസ്ഡ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ടാഗ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ടാഗ് ആയിരിക്കും ആണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ടാഗ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു കോളംസ്, അത് നമുക്ക് ഇവിടുന്നാണ് എഡിറ്റ് ചെയ്യേണ്ടത്. കസ്റ്റമർ ഇമെയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് സ്റ്റാറ്റസ് നമുക്ക് ഏതാണ് സ്റ്റാറ്റസിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അത് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും.
അതുപോലെ പ്രൊഡക്റ്റ് ടൈപ്പ്, ഏത് പ്രൊഡക്റ്റാണ് അവർ എൻക്വയറി ചെയ്തിട്ടുള്ളത്, അതുപോലെ കസ്റ്റമർ പ്രൈസ്, പിന്നെ ഡെമോ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഡേറ്റ്, ഇങ്ങനത്തെ എന്ത് ഡാറ്റാസ് വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ താഴെ തന്നെ നമുക്ക് നോട്ട്സ്, ഈ കസ്റ്റമർ എന്താണ് പറഞ്ഞത്, അങ്ങനത്തെ എന്ത് കാര്യങ്ങളാണോ കസ്റ്റമർ ലാസ്റ്റായിട്ട് നമ്മോട് പറഞ്ഞിട്ടുള്ളത്, കസ്റ്റമർ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ്, ലീഡ് വന്നത്, ആരൊക്കെയാണ് എഡിറ്റ് ചെയ്തത്, ഏത് സ്റ്റാഫാണ് എഡിറ്റ് ചെയ്തത്, എന്താണ് എഡിറ്റ് ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആക്ടിവിറ്റീസിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. പിന്നെ റിമൈൻഡർ ആണ്. റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് ഈ സ്റ്റാഫ് പറഞ്ഞു നാളെ, ഈ കസ്റ്റമർ പറഞ്ഞു നാളെ ഒന്ന് വൈകുന്നേരം ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലീഡിന് ഫോളോ അപ്പ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ കസ്റ്റമറെ ഏത് സ്റ്റാഫിലോട്ടാണ് അസൈൻ ചെയ്തിട്ട് ആ സ്റ്റാഫിനെ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എന്താണ് മാറ്റർ, കസ്റ്റമർ റിമൈൻഡർ ആണോ അല്ലെങ്കിൽ ഫോളോ അപ്പ് കോൾ ആണോ, എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡേറ്റും ടൈമും സെറ്റ് ചെയ്യുക. നാളത്തേക്ക് ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തേക്ക് ആ സ്റ്റാഫിൻ്റെ മെയിൽ അഡ്രസ്സിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ നമുക്ക് ഇവിടുന്ന് തന്നെ നോട്ടിഫിക്കേഷൻ്റെ റിമൈൻഡറിൽ ഇവിടെ കാണാനും പറ്റും. ഓക്കെ. ഇനി മറ്റൊരു പ്രത്യേകത, നമുക്ക് ഇവിടുന്ന് ബൾക്കായിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു സ്റ്റാഫിന് നമുക്ക് ബൾക്കായിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു സ്റ്റാഫിന് അത് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ കൊടുത്ത ഡാറ്റ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ്ട്രാ കൊടുത്ത ഡാറ്റകളെല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് കസ്റ്റമറെ ഡാറ്റ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫിൽട്ടർ അടിക്കുക. കസ്റ്റമർ പേര് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്നതാണ്. അതുപോലെ മൊബൈൽ നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണ്ട രീതിയിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളത്, ഡാറ്റയിൽ നമുക്ക് ടോട്ടൽ ഡാറ്റയിൽ എന്ത് ഡാറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന കോൾ ബാക്ക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നിശ്ചിത സ്റ്റാഫിൻ്റെ ലീഡ് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലീഡ് അസൈൻ ചെയ്ത ലീഡിൻ്റെ സ്റ്റാഫിൻ്റെ ഡാറ്റസ് മുഴുവൻ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇനി കസ്റ്റമർ പറഞ്ഞു കോൾ ബാക്ക് ചെയ്ത സ്റ്റാറ്റസിലെ ഡാറ്റാസ് നമുക്ക് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ടാഗ് ചെയ്ത ആൾക്കാർ ഡാറ്റാസ് വേണ്ടതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി കസ്റ്റമർ ഫിൽറ്ററിൽ നമുക്ക് സ്റ്റാറ്റസിൽ കോൾ ബാക്ക് പറഞ്ഞ കസ്റ്റമർ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടെയ്നേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. കോൾ ബാക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കസ്റ്റമേഴ്സിന് മാത്രം ഡാറ്റ കിട്ടുന്നതാണ്. കോൾ ബാക്ക് പറഞ്ഞ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ മാത്രം കിട്ടുന്നതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ഇവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഓൾ സെലക്ട് ചെയ്തുകൊണ്ട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നമ്മൾ API ഉപയോഗിച്ച് ബൾക്കായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. ഇവർക്ക് വേണ്ടി ഫോളോ അപ്പ് മെസ്സേജ് അയക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ ഇവരും ഫോളോ അപ്പ് മെസ്സേജ് അയക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഇതിൽ കാണുന്നത്. ഇനി നിങ്ങൾക്ക് കസ്റ്റമർ ഡാറ്റ നിങ്ങൾക്ക് എക്സൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സലായിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഡാറ്റ മുഴുവൻ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ. ഇനി മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കസ്റ്റമർ ഡാറ്റ മുഴുവൻ നമുക്ക് ഓരോന്നായിട്ട് മാനുവലായിട്ട് എൻ്റർ ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു ടാഗായിട്ട് നമുക്ക് എത്ര ടാഗ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഓരോ നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് നിങ്ങൾ ടാഗ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇൻബോക്സ് എന്നുള്ള ഇതിലാണ് നമുക്ക് ചാറ്റിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻബോക്സിലുണ്ടായിരിക്കും. ഇൻബോക്സ് വന്നിട്ട് മാനുവലായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. 24 hours വരെ നമുക്ക് മാനുവലായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് എന്തൊക്കെയാണ് കസ്റ്റമർ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് കസ്റ്റമറുടെ ഡാറ്റ ഇവിടുന്നും കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡാറ്റാസ് കസ്റ്റമറുടെ എഡിറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ചാറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാലും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് റീഡ് ചെയ്യാത്ത കസ്റ്റമേഴ്സ് ഡാറ്റ മാത്രം ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അൺറീഡ് അടിക്കുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് അസൈൻ ചെയ്യാത്ത സ്റ്റാഫുകളാണ് കിട്ടുന്നുണ്ടെങ്കിൽ അൺഅസൈൻഡ് വെച്ച് കഴിഞ്ഞിട്ടും ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ ഇവിടുന്ന് തന്നെ പറ്റുന്നതാണ്. ബൾക്കായിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ അസൈൻ ചെയ്യുക. നിങ്ങൾക്ക് മാനുവലായിട്ട് നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഏത് സ്റ്റാഫിനാണ് അസൈൻ ചെയ്യേണ്ടത് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബട്ടണായിട്ട്, അതായത് ടാഗായിട്ട് നമുക്ക് കസ്റ്റമറെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് കോൾ ബാക്കിന് കസ്റ്റമർ മാത്രം ഫിൽട്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് കോൾ ബാക്ക് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നോട്ട് അറ്റൻഡർ മാത്രം വേണമെങ്കിൽ നമുക്ക് നോട്ട് അറ്റൻഡർ മാത്രം ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ മാത്രം ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അത് ഭയങ്കര ബെനിഫിറ്റാണ്. കസ്റ്റമർ ഫോക്കസ് ചെയ്തുകൊണ്ട് ചാറ്റ് ചെയ്യാനും കസ്റ്റമർ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ടൂളാണ് ടാഗ് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യുന്നത്. ഓക്കെ.
ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട് ആയിരിക്കും നിങ്ങൾ ബിസിനസ് ഉണ്ടാവുക. നിങ്ങൾക്ക് പിന്നെ ഓട്ടോമേഷൻ ഒരു കസ്റ്റമർക്ക് പോകണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ടൂൾ വരുന്നത് ക്യാമ്പയിനാണ്. ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ബൾക്കായിട്ട് നിങ്ങൾ കസ്റ്റമറിലോട്ട് മെസ്സേജ് അയക്കുന്ന ടൂളാണ്. അതായത് ബ്ലോക്കിങ്ങിൻ്റെ ഇഷ്യൂസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളെ API നമ്പർ ഉപയോഗിച്ചിട്ട് ബൾക്കായിട്ട് എത്ര നമ്പറിലോട്ട് കസ്റ്റമറിലോട്ട് വേണമെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് മാർക്കറ്റ് മെസ്സേജ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. നിങ്ങൾക്ക് മാർക്കറ്റ് മെസ്സേജ് മാത്രമേ ഇവിടെ നിന്ന് അയക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇമേജും അതുപോലെ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം കസ്റ്റമർ മൊബൈൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ബൾക്കായിട്ട് എക്സൽ വെച്ചിട്ട് കോപ്പി ചെയ്യുക. ഇവിടെ പേസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ വാലിഡേറ്റ് ചെയ്തിട്ട് അതിന് ശേഷം മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇൻറ്റഗ്രേഷൻസ് ആണ്. നമുക്ക് വാട്സപ്പ് ഓൾറെഡി ഇൻറ്റഗ്രേറ്റ് ചെയ്തു. പിന്നെ ഫേസ്ബുക്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഗൂഗിൾ മൈ ബിസിനസ്, ഇന്ത്യ മാർട്ട്, ഇങ്ങനത്തെ ഒരുപാട് ഗൂഗിൾ ഷീറ്റുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, സൂമുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, യൂട്യൂബുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ടെംപ്ലേറ്റ്, അതായത് ഓരോ ലീഡുകളും അതായത് നമുക്ക് ഓരോ മെസ്സേജ് കസ്റ്റമറിലോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് കളക്ട് ചെയ്യണം. ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അപ്രൂവൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ടെംപ്ലേറ്റ് മെസ്സേജ് അപ്രൂവൽ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്തൊരു ടെംപ്ലേറ്റ് ആണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് മാനുവലായിട്ട് കസ്റ്റമറിൽ നിന്ന് എൻ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ആഡ് ബട്ടൺ വയ്ക്കുക. അതിനുശേഷം ഈ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക. നിങ്ങൾ അതായത് ഏതാണ്, മാർക്കറ്റിംഗ് ആണോ യൂട്ടിലിറ്റി ആണോ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പക്കയായിട്ടുള്ള കസ്റ്റമറിലോട്ട് ആഡ് എത്തിക്കുന്ന രീതിയാണ് മാർക്കറ്റ് മെസ്സേജ്. ഇനി യൂട്ടിലിറ്റി ആണ്, നിങ്ങൾ ഫോളോ അപ്പ് മെസ്സേജ് അയക്കുന്നതൊക്കെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ അണ്ടറിൽ നമുക്ക് ഇമേജ് ആണെങ്കിൽ ഇമേജ് ആഡ് ചെയ്യാം, ഓഡിയോ ആഡ് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇമേജ് ആണെങ്കിൽ ഇമേജ്, നമുക്ക് കസ്റ്റമർ ഡാറ്റ ഇതിലോട്ട് നമുക്ക് എത്ര വേണമെങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇമേജ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വേരിയബിൾ നമുക്ക് ഇവിടുന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ കസ്റ്റമറോട്ട് മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്ന ബോഡി മെസ്സേജ് കാര്യങ്ങളൊക്കെ എല്ലാം എൻ്റർ ചെയ്യുന്നത് ഇവിടെയാണ്. നിങ്ങൾ കസ്റ്റമറുടെ ഡാറ്റയിലോട്ട് മെസ്സേജ് സെറ്റ് ചെയ്യുന്നു. അത് ഇമേജ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ഇപ്പം നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തു. ഇനിയെങ്കിൽ ഫൂട്ടറായിട്ടുള്ള ഒരു ബൈ നൗ അല്ലെങ്കിൽ കോൾ നൗ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ നമുക്ക് ഒന്നുമില്ലാതെ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ, കോൾ ബട്ടൺ നോക്കിയിട്ട് നമുക്ക് കോൾ നൗ, ബൈ നൗ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. മൊബൈൽ നമ്പർ കൊടുത്ത് ഇവിടെ കൺട്രി കോഡും അതുപോലെ മൊബൈൽ നമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാനും, ഇൻ കേസ് നിങ്ങൾക്ക് ഇനി വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റിലോട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാനും ഇവിടുന്ന് പറ്റും. ഓക്കെ, കോളംസ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഗാലറി എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഡാറ്റ, അതായത് നമുക്ക് ഗാലറി URL വെച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ ഇമേജും കാര്യങ്ങളൊക്കെ ബൾക്ക് മെസ്സേജ് അയക്കാനൊക്കെ ചെയ്യുമ്പോൾ URL ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതിലോട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും URL നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കിവിടെ FAQ ബോട്ട് അവൈലബിൾ ആണ്. FAQ ബോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിലോട്ട് ക്വിക്ക് റിപ്ലൈ കൊടുക്കേണ്ട, FAQ ഒരു ഫ്രീക്വൻ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അതിന് ആൻസർ പ്രീസെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു FAQ ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒരാൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ, ഗൂഗിൾ പേ നമ്പറോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലൈ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏതിലും ഒന്ന് കസ്റ്റമർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമുക്ക് നമ്മളിവിടെ കൊടുക്കുന്ന റീപ്ലൈ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഇൻട്രാക്റ്റീവ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ഫയൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഇമേജ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻട്രാക്റ്റീവ് ആയിട്ട് ബട്ടൺ വെച്ചിട്ടുള്ള മെസ്സേജും കാര്യങ്ങളും FAQ റിപ്ലൈ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ബെനിഫിറ്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻസാണ് FAQ കഴിഞ്ഞാൽ വർക്ക് ഫ്ലോ എന്ന് പറയും. വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ നിങ്ങളുടെ മെസ്സേജിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അവരെ ബട്ടൺ വെച്ചിട്ട് ഒരു ഫ്ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരായിട്ട് കൂടുതലായിട്ട് ചാറ്റ് ചെയ്യാനും ബട്ടൺ വെച്ചിട്ട് ഇവരായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാനും നമുക്ക് പറ്റും. ഓക്കെ, നമ്മളിവിടെ ചെയ്ത് വെച്ച് നോക്കാം. ഫേസ്ബുക്ക് ആഡ് വർക്ക് ഫ്ലോ ആണ്.
ഒരു ഫേസ്ബുക്കിലോട്ട് ഒരു ആഡ് കസ്റ്റമർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്ത് പോകണം എന്നുള്ളതാണ് നമ്മളിവിടെ വർക്ക് ഫ്ലോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്പർ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താണ് കസ്റ്റമർ മെസ്സേജ് അയക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ക്യാൻ ഐ ലേൺ മോർ അബൌട്ട് യുവർ ബിസിനസ് എന്ന രീതിയിലായിരിക്കും മെസ്സേജ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മെസ്സേജ് പോകണം എന്നുള്ളത് നമുക്ക് പ്രീസെറ്റ് ചെയ്തിട്ട് ഒരു വർക്ക് ഫ്ലോ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവർ കസ്റ്റമറെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് നമുക്ക് ഇവർക്ക് ഇൻട്രസ്റ്റ് ആണോ നോട്ട് ഇൻട്രസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കസ്റ്റമറുടെ ഡാറ്റ മുഴുവൻ കണ്ടിട്ട് നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഇത്രയും ഡാറ്റാസ് നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ. ഓക്കെ, ഇത് മാനുവലായിട്ട് നമുക്ക് തന്നെ മാനുവലായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ആർക്കും അനായാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇമേജ് കൊടുക്കാം, വീഡിയോസ് കൊടുക്കാം, നമുക്ക് ബട്ടൺസ് വെച്ചിട്ട് അതുപോലെ പ്രോഡക്റ്റ് ലിസ്റ്റ് വെച്ചിട്ടെല്ലാം കസ്റ്റമറിലോട്ട് മെസ്സേജ് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾ ബിസിനസ്സിനനുസരിച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം റിസൾട്ട് എടുക്കാൻ പറ്റും നിങ്ങൾ ബിസിനസ്സിന്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വരുന്നത് നമുക്ക് സെറ്റിങ്സിൽ നമുക്ക് ടീം, അതായത് നമുക്ക് സ്റ്റാഫുകൾ എത്ര സ്റ്റാഫിനും വേണമെങ്കിലും നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും സ്റ്റാഫുകളുണ്ടോ അവർക്കെല്ലാം അവരുടെ റോളും അവരുടെ ഇമെയിൽ അഡ്രസ്സ് അവർ ഫോൺ നമ്പർ അടിച്ച് കഴിഞ്ഞ ശേഷം അവർ ഏത് റോളാണ്, മാനേജർ ആണെങ്കിൽ എല്ലാ ലീഡുകളും ആ സ്റ്റാഫിന് കാണാൻ പറ്റും. ഏജൻ്റ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ കൊടുക്കുന്ന ലീഡുകൾ അസൈൻ ചെയ്യുന്ന ലീഡുകൾ മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. അവർക്ക് ആ ലീഡുകൾ മാത്രമേ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആവുന്ന സോഫ്റ്റ്വെയറാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ടും മാർക്കറ്റ് ചെയ്യാനും കൂടുതലായിട്ട് സിമ്പിളായിട്ട് കസ്റ്റമറിലോട്ട് ഇൻട്രാക്ട് ചെയ്യാനും പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.